ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു മഷ്റൂം റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മഷ്റൂം റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഓണിയനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ, അതുകൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നല്ലോണം വീണ്ടും മിക്സ് ചെയ്യുക. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആകണം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ സവാള ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് മഷ്റൂം കറിയിലൊന്നും ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പൊടികൾ ആഡ് ചെയ്യുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലോണം മാറണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ക്യൂബ്സായിട്ട് അരിഞ്ഞാണ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. ഉപ്പ് എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരണം. ഇപ്പോൾ ദാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവും. ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 200 ഗ്രാം ബട്ടർ മഷ്റൂമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല നമ്മുടെ മഷ്റൂമിലേക്ക് നല്ലോണം ഒന്ന് കോട്ടാവണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം മസാലയായിട്ട് നല്ലോണം കോട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നു. അപ്പോൾ ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മസാല കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. അത് ചെറുതായിട്ട് നുറുക്കിയെടുത്ത മല്ലിയിലയാണ്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഈ അവസാനം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.